അപ്പോൾ ഞങ്ങൾ മീൻ പിടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ഞണ്ടിനെ കണ്ടു. അപ്പോൾ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താമെന്ന് കരുതുന്നു. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലൊക്കെ ധാരാളം കണ്ടുവരുന്ന ഒരു തരം ഞണ്ടാണ്. പൊതുവേ 2 തരം ഞണ്ടാണ് ഇടുക്കി ജില്ലയിൽ കണ്ടുവരുന്നത്. ഒന്ന് പാൽ ഞണ്ട്, പിന്നെ ഉള്ള ഞണ്ട് ഇതാണ്. ഇനി വേറൊരു തരം ഞണ്ടുണ്ട്, അത് ഈ കരഞ്ഞണ്ടെന്നൊക്കെ പറയുന്നതാണ്. അത് ഡ്രൈ ആയ പ്രദേശത്ത് കണ്ടുവരുന്നുണ്ട്. അതും പാൽ ഞണ്ടും ഏകദേശം ഒരേ സെയിം കാറ്റഗറിപ്പെട്ടാണ്. അതിനെ പിടിച്ച് നമ്മൾ ഷെല്ലൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ പാല് പോലെ വെള്ള കളറിലുള്ള ബ്ലഡ് പോലെ സാധനങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളതിനെ പാൽ ഞണ്ടെന്ന് വിളിക്കുന്നു. ഇതൊരു പെൺഞണ്ടാണ്. അതിൻ്റെ ഒരു കൈക്ക് വലിപ്പം കുറവുള്ളത് അത് എപ്പോഴോ അടന്നു പോയിട്ട് പുതിയ കൈ വന്നേക്കുന്നതാണ്. ഒരു കൈക്ക് നല്ല വണ്ണമുണ്ട്. ഇത് ചെറുതാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 6 മാസം പ്രായം ഉണ്ടാവുള്ളായിരിക്കും. അങ്ങനെ അറിയത്തില്ല, ഭാവശേഷം അറിയുന്ന പോലെ കൃത്യമായ പ്രായം പറയാനായിട്ട്. ഇതെന്തായാലും ചെറിയ ഞണ്ടാണ്. നമുക്കെന്തായാലും ഇവനെ വിട്ടേക്കാം, നമുക്കിതിന് ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പിടിച്ചതാണ്. പെണ്ണായതുകൊണ്ടാണ് അതിൻ്റെ ശരീരത്ത് വയറിൻ്റെ അടിയിൽ ആ വി ആകൃതിയിലുള്ള സംഭവം വലിപ്പത്തിൽ കാണപ്പെടുന്നത്. ആൺചണ്ടാണെങ്കിൽ അത് വി ആകൃതി ഒരു കുഞ്ഞ് വലിപ്പം കുറഞ്ഞ സംഭവമായിരിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഞണ്ടിനെ പറ്റി പറയാനായിട്ട്. ഇപ്പം നമുക്കതിനെ വിട്ടേക്കാം എന്തായാലും.